എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വയർമാൻ 3 എന്ന ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ വോയിസിൽ പറഞ്ഞതുപോലെ എല്ലാ വർക്കുകളും, അതായത് ഇനി വരുന്ന ലോക്കൽ വർക്കുകളും നമുക്ക് കിട്ടുന്ന ലോക്കൽ വർക്കുകൾ ഉണ്ടാകും. അതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ആ ഗ്രൂപ്പിൽ പറഞ്ഞതുപോലെ പഠിക്കേണ്ട ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു ഫാൻ്റെ കപ്പാസിറ്റർ സ്പീഡില്ലാത്ത കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തു, തല കുത്തനെ തിരിഞ്ഞു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് ആ പ്രശ്നം എന്നൊക്കെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് ഫാൻ സ്പീഡിലാന്ന് വന്നിട്ട് ഇന്നൊരു കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോവുകയാണ്. എങ്ങനെയാണ് ഫാനിൻ്റെ കപ്പാസിറ്ററിൻ്റെ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഒക്കെ പോയിട്ട് നമുക്ക് ആ വീട്ടിലെത്തിയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ സീലിംഗ് ഫാൻ. ഇവർ പറയുന്നത് തീരെ സ്പീഡില്ല എന്നാണ്. നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ടൊന്ന് നോക്കാം എത്രത്തോളം സ്പീഡ് ഉണ്ടുള്ളത് നോക്കാം. ഇതിപ്പോൾ 5 സ്പീഡിൽ ഡിമ്മർ 5 ഇട്ടിട്ട് പോലും ഇതേ സ്പീഡ് വരുന്നുള്ളൂ, വലിയൊരു സ്പീഡൊന്നുമില്ല. നമുക്ക് ആദ്യം ഇതിൻ്റെ കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അത് വീട്ടുകാരുടെ കപ്പാസിറ്റർ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരുപാട് പഴക്കം വന്ന സീലിംഗ് ഫാൻ ആണെങ്കിൽ ചില ഫാനുകളൊന്ന് കപ്പാസിറ്റർ മാറിയാൽ ചിലപ്പോൾ സ്പീഡ് കൂടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പ് കൊണ്ടു കൊടുത്തിട്ട് അതിൻ്റെ വയറിങ് ലൂസ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് കപ്പാസിറ്റർ. ഇതിപ്പോൾ പുതിയ കപ്പാസിറ്റർ 25 രൂപക്ക് അവർ വാങ്ങിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മുടെ കപ്പാസിറ്ററും അതുപോലെ ചെറിയൊരു ടെസ്റ്ററും എടുത്തിട്ടുണ്ട്. മുകളിൽ കയറിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കോണി വെച്ചിട്ടുണ്ട്, മുകളിൽ കയറിയിട്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കാണുന്ന ടോപ്പ് ആദ്യം മുകളിലോട്ട് പൊന്തിച്ച് കൊടുക്കണം. ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഈ പോളം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കണം. ഇതിൻ്റെ കപ്പ് സാധാരണ ചിലത് ഇങ്ങനെ ജസ്റ്റ് നീക്കി കൊടുത്താലും മതി. ഈ കപ്പാസിറ്ററിന് വരുന്ന 2 വയറുകളാണ്. ഇപ്പോൾ ഇവിടെ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ മാറാനുള്ള കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വയറ് മാറിയതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക ഈ സൈഡിൽ നിന്ന്. പിന്നെ ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഈ 2 വയറൊന്ന് ലൂസ് ചെയ്തെടുക്കാം. ഈ വയർ ലൂസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കളർ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇതിന് വരുന്നതല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് വയറിലാണ് ഒരു തല കൊടുത്തിട്ടുള്ളത്. ആ ബ്ലാക്ക് വയർ തന്നെ അത് കൊടുത്തിട്ട് മുകൾ ഭാഗത്ത് കൊടുത്താൽ മതി. അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് ഒന്ന് കപ്പാസിറ്റർ ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ അതിലുണ്ടായിരുന്ന കപ്പാസിറ്റർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി പുതിയ കപ്പാസിറ്ററാണ് ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം എതുപോലെയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് വയറുമ്മ ഒരു സൈഡ് കൊടുത്തിട്ട് അതിലോട്ട് മുകൾ ഭാഗത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ പിന്നെ മറ്റു വയറുകൾ വരുന്നില്ല, അവിടെ കൂട്ടി കൊടുത്തിട്ട് ആ സെൻറ്ററിലും വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്ററൊക്കെ അവിടെ തന്നെ നമ്മൾ ആദ്യം എടുത്തതിനോട് തന്നെ പുതിയ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സീലിങ്ങിൻ്റെ ഫാൻ്റെ ചിറകൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക, തുണി കഷ്ണം എന്തെങ്കിലും വാങ്ങിയിട്ട്. ഇതിൻ്റെ കപ്പൊന്ന് താഴോട്ട് ഇറക്കി കൊടുക്കുക. ഒരുപാട് താഴോട്ട് ഇറക്കാൻ പാടില്ല, അതുമ്പോൾ ചാരി നിൽക്കാൻ പാടില്ല, കുറച്ച് മുകളിലായിട്ട് പൊന്തിച്ച് കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ടൊന്ന് ഫാനൊന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സ്പീഡ് ഇതിന് കൂടിയിട്ടുണ്ട്. നല്ല എങ്ങനെയാണോ നമ്മൾ ആദ്യം വാങ്ങി അതുപോലത്തെ സ്പീഡ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ചില കപ്പാസിറ്റർ ചേഞ്ച് ചെയ്താൽ പോലും ഇത് ഇങ്ങനെ ആവില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് അവരോട് ഇലക്ട്രോണിക് ഷോപ്പ് കൊണ്ട് കൊടുത്തിട്ട് സ്പീഡ് ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.